എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്ന സാറ് ഇതിന്റെ ആമുഖമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നത്തെ ടോപ്പിക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITയിൽ നടത്തുന്ന കോഴ്സുകളെ പറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ജോലി സാധ്യതകളെ പറ്റിയും അതിൻ്റെ ഉപരിപഠനം തുടർ പഠന മേഖലകൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ITയിൽ അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1950 ഈ പദ്ധതി ഇന്ത്യ ഗവൺമെന്റ് രാജ്യത്ത് ആരംഭിക്കുന്നത്. ക്രാഫ്റ്റ്സ്മാൻ പരിശീലന പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാൽ, അന്ന് ഈ പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് ഉദ്ദേശിക്കുന്നത് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിദഗ്ധ തൊഴിലാളികളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒന്നാമത്തെ എയിം. അതോടൊപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങളിലുള്ള പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ കുറയ്ക്കുക, സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സഹായങ്ങൾ, യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള സഹായങ്ങൾ, ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുക. ഇതാണ് ഈ പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റാണ് ഇതിൻ്റെ സിലബസ് അതുപോലെ തന്നെ പാഠ്യപദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്. ഞാനിവിടെ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ സിലബസ് അതുപോലെ തന്നെ പാഠ്യപദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ്, MSDE എന്ന് പറയും. അതിന് കീഴിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ്, DGT, ഇവരാണ് ഇതിന്റെ സിലബസ് പാഠ്യപദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്. പിന്നെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊഴിൽ വകുപ്പിന് കീഴിലാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നത്. ലേബർ ഡിപ്പാർട്ട്മെന്റ്, അതിന് കീഴിൽ എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിങ് വകുപ്പാണ്. അത് എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിങ്, അതിന് കീഴിലാണ് ഗവൺമെന്റ് IT, അതുപോലെ തന്നെ ഗവൺമെന്റ് ITകളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ITകളുണ്ട്. സംസ്ഥാനത്ത് ആകെ 108 ഗവൺമെന്റ് ITകളുണ്ട്. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ITകളും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6 സെന്ററുകളും. IT കഴിഞ്ഞ് വ്യാവസായിക സ്ഥാപനങ്ങളിൽ പരിശീലനം ഒന്നുകൂടെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്, സ്റ്റൈപ്പൻഡോട് കൂടി ഒന്നുകൂടെ ഒരു കോഴ്സ് കൂടെ ചെയ്യാൻ വേണ്ടിയാണ് 6 സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. ITയോട് അനുബന്ധിച്ച് തന്നെയാണ് 6 സെന്റർ, റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ സെന്റർ എന്ന് പറയും. അത് ഓരോ ജില്ലയിലും, എല്ലാ ജില്ലയിലും 6 സെന്ററുകളുണ്ട്. അപ്പൊ IT കഴിഞ്ഞവർക്ക് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ലഭ്യമാക്കുവാൻ വേണ്ടിയാണ് 6 സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് IT, പ്രൈവറ്റ് IT, അതുപോലെ തന്നെ 6 സെന്ററുകൾ. ഈ ഗവൺമെന്റ് IT തന്നെ 2 കാറ്റഗറി ഉണ്ട്. അതിൽ ജനറൽ ITI, രണ്ടും നേരിട്ട് ഗവൺമെന്റ് നടത്തുന്നതാണ്. ഒന്ന്
SCDD ITI, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ITI, പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള ITIകളാണ്. അതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിലുള്ളവർക്കാണ് കൂടുതലായിട്ടും അഡ്മിഷൻ കൊടുക്കുന്നത്. ST വിഭാഗത്തിലുള്ളവർക്ക് 10% കൊടുക്കുന്നു. 10% സീറ്റ് ജനറൽ. ആകെ 100% സീറ്റിൽ 80%-ഓളം കുട്ടികളെയും ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിലുള്ളവരെയാണ് പരിഗണിക്കുന്നത്. 10% ഷെഡ്യൂൾഡ് ട്രൈബാണ്. ബാക്കിയുള്ള 10% ഓപ്പൺ കാറ്റഗറി. ഏത് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവേശനം ലഭിക്കുന്നതാണ്. ജനറൽ ITയിൽ വരുന്നത് 108 ITകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. നേരത്തെ ഒരു 10-15 വർഷം മുന്നേ ഒരു 40 താഴെ ITകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് സംസ്ഥാനത്ത് 108 ITകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ ITയുടെ കരിക്കുലം, കോഴ്സ്, സിലബസ് ഒക്കെ തീരുമാനിക്കുക NCVET എന്നുള്ള കേന്ദ്ര ഗവൺമെന്റ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ NCVT. അപ്പൊ അതിൽ കാര്യമായിട്ടും 4 ടൈപ്പ് കോഴ്സുകളാണ് ഉള്ളത്. നോൺ മെട്രിക് ട്രേഡ്, എഞ്ചിനീയറിംഗ് ട്രേഡുകൾ തന്നെ നോൺ മെട്രിക്. ഇപ്പൊ ഈ നോൺ മെട്രിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ് ഫെയിലായവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ട്രേഡുകളാണ് നോൺ മെട്രിക് ട്രേഡുകൾ. പക്ഷേ 10ാം ക്ലാസ് ഫെയിലായവർ അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. മിക്കവാറും ഈ ട്രേഡുകളിലൊക്കെ 10ാം ക്ലാസ് അതുപോലെ തന്നെ അതിനുപരി +2 കഴിഞ്ഞവരാണ് ഇത്തരം ട്രേഡുകളിലും ഇപ്പോഴും പ്രവേശനം നൽകുന്നത്. അതിൽ പെട്ടിരിക്കുന്ന ട്രേഡുകളാണ് വയർമാൻ, 2 വർഷത്തെ ട്രേഡാണ്. NSQF, ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് NSQF, നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. അപ്പൊ സാങ്കേതിക മേഖലയിലുള്ള എല്ലാ കോഴ്സുകളും NSQF ഫ്രെയിംവർക്കിനുള്ളിലാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. അപ്പോൾ ഓരോ കോഴ്സിന്റെയും സിലബസ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ അതിനനുസരിച്ചിട്ട് ഈ NSQF നമ്പർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓരോ കോഴ്സിനും. ITI കോഴ്സിനും അതുപോലെ തന്നെ ടെക്നിക്കൽ കോഴ്സുകൾക്കെല്ലാം അത് 1 മുതൽ 10 വരെയുള്ള ആ പോയിന്റുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആ പോയിന്റ് നോക്കിയിട്ട് അതിന്റെ ആ സിലബസിന്റെ അതിനനുസരിച്ചിട്ട് അതിന്റെ കോഴ്സ് കണ്ടന്റിനനുസരിച്ചിട്ട് NSQF ഓരോ നമ്പർ ഇതിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ITയിലെ മിക്കവാറും കോഴ്സുകൾക്ക് 1 മുതൽ 5 വരെയുള്ള പോയിന്റുകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് NSQF. അതാണ് NSQF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ ടെക്നിക്കൽ കോഴ്സുകളും ഈ NSQF ഫ്രെയിംവർക്കിനുള്ളിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ വയർമാൻ ആണ് ആദ്യമായിട്ട് വരുന്ന കോഴ്സ്. അതുപോലെ തന്നെ പെയിന്റർ, അതുപോലെ വെൽഡർ പൈപ്പ് ഉണ്ട്, വെൽഡർ സ്ട്രക്ചറൽ ഉണ്ട്, പ്ലംബർ, വുഡ് വർക്ക് ടെക്നീഷ്യൻ. നേരത്തെ അതിന്റെ പേര് കാർപ്പൻറ്റർ എന്നായിരുന്നു, ഇപ്പോൾ അതിന്റെ പേര് മാറ്റി വുഡ് വർക്ക് ടെക്നീഷ്യൻ എന്നാക്കി. ഷീറ്റ് മെറ്റൽ വർക്കർ, വെൽഡർ GMAW ആൻഡ് GTAW, വെൽഡർ വെൽഡിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്. ഇത്രയുമാണ് കേരളത്തിൽ നോൺ മെട്രിക് എഞ്ചിനീയറിംഗ് ട്രേഡുകൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നോൺ മെട്രിക് എഞ്ചിനീയറിംഗ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നോൺ മെട്രിക് 10ാം ക്ലാസ് ഫെയിലായവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന കോഴ്സുകളാണ്. പിന്നെ നോൺ മെട്രിക് ട്രേഡ് നോൺ മെട്രിക് ട്രേഡിൽ തന്നെ നോൺ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ളത് ഡ്രസ് മേക്കിംഗ് ആണ്. അത് 1 വർഷത്തെ കാലാവധിയുള്ള കോഴ്സാണ് ഡ്രസ് മേക്കിംഗ്. പിന്നെ വരുന്നത് മെട്രിക് ട്രേഡ് എഞ്ചിനീയറിംഗ്. ഈ കോഴ്സുകൾക്ക് SSLC പാസ്സായിരിക്കണം, 10ാം ക്ലാസ് പാസ്സായിരിക്കണം മെട്രിക് ട്രേഡ് എഞ്ചിനീയറിംഗിൽ. ഇതിനകത്ത് വരുന്നതാണ് മെക്കാനിക്, അഗ്രികൾച്ചറൽ മെഷീനറി, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഇൻഫർമേഷൻ ടെക്നോളജി, അഗ്രികൾച്ചറൽ ക്രാഫ്റ്റ്സ്മാൻ, ലിഫ്റ്റ് ആൻഡ് എക്സ്കലേറ്റർ മെക്കാനിക്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മെയിൻ്റനൻസ് മെക്കാനിക് കെമിക്കൽ പ്ലാന്റ്, ലബോറട്ടറി അസിസ്റ്റന്റ് കെമിക്കൽ പ്ലാന്റ്, അറ്റൻഡന്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ്, ഇലക്ട്രോപ്ലേറ്റർ,
refrigeration and air conditioning technician, electrician, fitter, turner, machinist, mechanic motor vehicle, information and communication technology system maintenance, ICT SM, tool and die maker. Tool and die maker രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രസ് ടൂൾസ്, ജിഗ്സ് ആൻഡ് ഫിക്സേഴ്സ്, ടൂൾ ആൻഡ് ഡൈ മേക്കർ, ഡൈസ് ആൻഡ് മോൾഡ്സ്. ടെക്നീഷ്യൻ മെക്കാട്രോണിക്സ്, ഓപ്പറേറ്റർ അഡ്വാൻസ്ഡ് മെഷീൻ ടൂൾ, ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ്, മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ്, surveyor, mechanic consumer electronics appliances, electronics mechanic, technician power electronic system, mechanic auto electrical and electronics, pump operator cum mechanic, mechanic lens, bar prism grinding, interior design and decoration, mechanic auto body painting, mechanic tractor, plastic processing operator, mechanic diesel. ഇത്രയും കോഴ്സുകളാണ് എഞ്ചിനീയറിംഗ് മെട്രിക് ട്രേഡുകളിൽ വരുന്നത്. മെട്രിക് ട്രേഡ് എഞ്ചിനീയറിംഗ്. പിന്നെ വരുന്നത് മെട്രിക് ട്രേഡ് നോൺ എഞ്ചിനീയറിംഗ്. അപ്പൊ എന്താണ് എഞ്ചിനീയറിംഗ് ആൻഡ് നോൺ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ഈ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ മാത്തമാറ്റിക്സും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും പഠിപ്പിക്കുന്നു. എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നീ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നോൺ എഞ്ചിനീയറിംഗിൽ മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഉണ്ടാവില്ല. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അതാണ് എഞ്ചിനീയറിംഗ് ആൻഡ് നോൺ എഞ്ചിനീയറിംഗ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നാലാമത്തെ കാറ്റഗറിയിൽ വരുന്നത് മെട്രിക് ട്രേഡ് നോൺ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ വരുന്നത് ടൂറിസ്റ്റ് ഗൈഡ്, അതിന്റെ ഓൾഡ് നെയിം അസിസ്റ്റന്റ് ടൂറിസ്റ്റ് ഗൈഡ് എന്നായിരുന്നു. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ഫുഡ് പ്രൊഡക്ഷൻ, ഡയറി, horticulture, hospital housekeeping, fashion design and technology, desktop publishing operator, computer aided embroidery and designing, secretarial practice, stenographer and secretarial assistant, multimedia animation and special effect, catering and hospitality assistant, bakery and confection, milk and milk product technician, digital photographer, computer operator and programming assistant, food and beverage service assistant, cosmetology, agro processing, computer hardware and network maintenance. അപ്പോൾ ഇത്തരം 78 ട്രേഡുകൾ കേരള സംസ്ഥാനത്തിലുള്ള വിവിധ ITകളിൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. പതിനാല് വയസ്സ് തികഞ്ഞിരിക്കണം. IT പ്രവേശനത്തിന് 14 വയസ്സ് തികഞ്ഞിരിക്കണം. പക്ഷേ ഉയർന്ന പ്രായപരിധിയില്ല. എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും ITകളിൽ ചേർന്ന് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് നമ്മുടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ, ഇപ്പോ KSRTC അതുപോലെ തന്നെ KSCB തുടങ്ങിയ കമ്പനികളിലൊക്കെയുള്ള തൊഴിലാളികളുടെ കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ഇവിടെ സീറ്റുകൾ റിസർവ് ചെയ്തിട്ടുണ്ട്. ആ തരം ട്രേഡുകൾ LWF, ലേബർ വെൽഫെയർ ഫണ്ട് എന്ന് പറയുന്ന ആ സ്കീമിൽ അത്തരം വ്യവസായ സ്ഥാപനങ്ങളിൽ
വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയാണ്, കുട്ടികൾക്ക് വേണ്ടിയാണ് ആ സീറ്റുകൾ റിസർവ് ചെയ്തിരിക്കുന്നത്. അത്തരം ട്രേഡുകളിൽ അത്തരം കുട്ടികൾക്ക് മാത്രമേ പ്രവേശനം കൊടുക്കുകയുള്ളൂ. അതാണ് LWF, ലേബർ വെൽഫെയർ ഫണ്ട് സ്കീമിൽ വരുന്ന ട്രേഡുകളാണ്. അപ്പൊ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ചുരുങ്ങിയ കാലയളവിൽ 1 വർഷത്തെ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 2 വർഷത്തെ കോഴ്സുകളുണ്ട്. ഈ 1 വർഷത്തെയും 2 വർഷത്തെയും കോഴ്സുകൾ ഈ ഇത്രയും വളരെ ചുരുങ്ങിയ സ്പാൻ കൊണ്ട്, ചുരുങ്ങിയ ടൈം പീരീഡ് കൊണ്ട് പഠിച്ച് സ്കില്ല് ആർജിച്ച് കഴിവ് തെളിയിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു ജോലി ലഭ്യമാക്കുവാൻ ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്കീമാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ജോലി ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് വ്യത്യസ്ത മേഖലകളിലേക്ക് ഉയർന്ന സ്ട്രീമിലേക്ക് പഠിക്കുവാനും സാധിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇതില് എല്ലാ ITകളും 2 ഷിഫ്റ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ 7:50 മുതൽ 3 മണി വരെയുള്ള ഷിഫ്റ്റും, അതുപോലെ തന്നെ 10 മണി മുതൽ 5:10 വരെയുള്ള ഷിഫ്റ്റും, 2 ഷിഫ്റ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫസ്റ്റ് ഷിഫ്റ്റും സെക്കൻഡ് ഷിഫ്റ്റും. അപ്പൊ ITA കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേ മുതൽ, ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ മുതൽ താഴോട്ട് ഒട്ടേറെ കമ്പനികളിൽ, എല്ലാ കമ്പനികളിലും സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ. സ്ലൈഡ് ചേഞ്ച്, അത് ഇനി അടുത്ത സ്ലൈഡിനെ പറ്റി പറയാനായിട്ടില്ല. അതുകൊണ്ടാണ് സ്ലൈഡ് ചേഞ്ച് ചെയ്യാത്തത്. ഇന്ത്യൻ റെയിൽവേ മുതൽ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേ മുതൽ താഴോട്ട് ഇങ്ങോട്ട് എല്ലാ വ്യാവസായിക സ്ഥാപനങ്ങളിലും IT കഴിഞ്ഞവർ ജോലി ലഭിക്കും. എല്ലാ ITകളിലും പ്ലേസ്മെന്റ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പല വ്യവസായ സ്ഥാപനങ്ങളിലേക്കും സ്കിൽഡ് ആയിട്ടുള്ള ലാബേഴ്സിനെ ITകളിൽ നിന്നും സപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത്രയും ഡിമാൻഡ് കൂടുതലാണ്. ചില ട്രേഡുകളിലൊക്കെ കുട്ടികളെ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ മിക്കവാറും ചില സമയങ്ങളിലൊക്കെ ചോദിക്കും, ഉദ്യോഗാർത്ഥികളിൽ കുട്ടികൾ ചോദിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ട്രേഡ് ഏതാണെന്നൊക്കെ. പക്ഷേ ITകളിലുള്ള ഏത് ട്രേഡ് പഠിച്ചു കഴിഞ്ഞാലും അതിനകത്ത് സ്കില്ല് ആർജിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കി അതിൽ മാസ്റ്ററായി കഴിഞ്ഞാൽ, അവൻ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഉടനെ തന്നെ ജോലി ലഭിക്കുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അപ്പൊ എല്ലാ ITകളിലും പ്ലേസ്മെന്റ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്ലേസ്മെന്റ് സെല്ല് വഴി ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. മിക്കവാറും എല്ലാവർക്കും തന്നെ പ്ലേസ്മെന്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ ചില കുട്ടികളൊക്കെ വീടുകളിലെ പ്രയാസങ്ങൾ കാരണം സംസ്ഥാനം വിട്ടുപോകാനും ഒക്കെ പ്രയാസമുള്ളവർക്കാണ് ജോലി ലഭിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നത്. അപ്പൊ കേരളത്തിനകത്തും പുറത്തും വ്യത്യസ്ത കമ്പനികളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ജോലി ലഭിക്കുവാൻ ഏറ്റവും കൂടുതൽ സഹായകമാവുന്ന കോഴ്സാണ് IT. ഇപ്പോൾ തന്നെ പല ട്രേഡുകളിലും ഈ ബേസിക്, ഓരോ ട്രേഡിലും അതിൻ്റെ 100% അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള നോളജ് ഓരോ ട്രേഡ് പഠിച്ചു കഴിഞ്ഞാലും ആ കുട്ടിക്ക് ആർജിച്ചെടുക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഡിപ്ലോമയും അതുപോലെ തന്നെ ഇതിന്റെ ഹയർ എഡ്യൂക്കേഷനായ ഡിപ്ലോമ, അതുപോലെ തന്നെ BTech കഴിഞ്ഞവരൊക്കെ ചില കേസുകളിൽ, ചില സമയങ്ങളിൽ അവര് ഈ IT പഠിക്കുവാൻ വേണ്ടിയിട്ട് വീണ്ടും ജോയിൻ ചെയ്യുന്ന ഒരു കേസ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുവാൻ സാധ്യതയുള്ള കോഴ്സാണ് IT. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, വുഡ് വർക്ക് ടെക്നീഷ്യൻ, അതായത് കാർപ്പൻറ്റർ. നേരത്തെ അതിന്റെ പേര് കാർപ്പൻറ്റർ എന്നായിരുന്നു, ഇപ്പൊ അതിന്റെ പേര് വുഡ് വർക്ക് ടെക്നീഷ്യൻ എന്നാണ്. ഇത്തരം ട്രേഡുകളൊക്കെ, അതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ വർക്കർ, ഇത്തരം ട്രേഡുകളൊക്കെ പഠിച്ചു കഴിഞ്ഞ കുട്ടികളെ സപ്ലൈ ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എംപ്ലോയേഴ്സ് വന്നാലും നമുക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം
ഇപ്പോൾ ഇത്തരം ട്രേഡുകൾ പ്രൈവറ്റ് മേഖലകളിലൊന്നുമില്ല, പ്രൈവറ്റ് ഐ ടികളിലില്ല, ഗവൺമെന്റ് ഐ ടികളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിദേശത്തും അതുപോലെ തന്നെ സ്വദേശത്തും വളരെയധികം ജോലി സാധ്യതയുള്ള ട്രേഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കുട്ടികൾ പലപ്പോഴും വരാൻ വിമുഖത കാണിക്കുന്നുണ്ട്. ഷീറ്റ് മെറ്റൽ വർക്കർ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളുടെ ബോഡി നിർമ്മാണത്തിലും അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി, വിമാന മേഖലകളിലെ വിമാനത്തിന്റെ ബോഡി, അതിന്റെ വ്യവസായ സ്ഥാപനത്തിനും അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ്, എ സി മേഖലയിൽ ഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് മെറ്റൽ വർക്കേഴ്സിനാണ് വിളിക്കുന്നത്. ഇപ്പൊ എ സി മേഖലയിൽ ഇപ്പോ എ സി ഇല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഓഡിറ്റോറിയം, അതുപോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടലുകൾ, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും, മാളുകൾ, ഇവിടെയൊക്കെ സെൻട്രലൈസ്ഡ് എ സി പ്ലാന്റ് ആണ്. അപ്പൊ അത്തരം എ സി പ്ലാന്റുകളിൽ ഡക്റ്റുകൾ, ഷീറ്റ് മെറ്റൽ കൊണ്ടുണ്ടാക്കുന്ന ഡക്റ്റുകളുടെ നിർമ്മാണം വളരെ അത്യാവശ്യമാണ്. അപ്പൊ അത്തരം ടെക്നീഷ്യൻസിനെ ഇപ്പോൾ കിട്ടാനില്ല. അപ്പൊ അത് മാത്രമല്ല, ഷീറ്റ് മെറ്റൽ വർക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾ ഓരോ വർഷവും വളരെ കുറവാണ്. അപ്പൊ ഞാനൊരു ട്രേഡിന്റെ കാര്യം മാത്രം എടുത്ത് പറഞ്ഞാണ്. അങ്ങനെ എല്ലാ ട്രേഡുകളും അതിൽ പരിശീലനം ലഭിച്ചിട്ട് അതിൽ അവൻ മാസ്റ്ററായി കഴിഞ്ഞാൽ, ട്രെയിനിങ് പ്രാക്ടിക്കൽ പൂർത്തിയായി, നല്ല രീതിയിൽ ട്രെയിനിങ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജോലി ലഭ്യമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിനകത്ത് ഐ ടിയിൽ സിലബസിൽ വരുന്നത് 5 മണിക്കൂർ പ്രാക്ടിക്കലാണ്. മറ്റുള്ള പഠന ബ്രാഞ്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ്, പ്രായോഗിക പരിചയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പരിശീലനമാണ് ഇവിടെ കൊടുക്കുന്നത്. 5 മണിക്കൂർ പ്രാക്ടിക്കലാണ്. തന്നെയുമല്ല, വെക്കേഷൻ ഇല്ലാത്ത സ്ഥാപനങ്ങളാണ് ഐ ടി. ഓഗസ്റ്റ് മുതലാണ് ഇതിന്റെ ക്ലാസ് ആരംഭിക്കുന്നത്. ജൂലൈ വരെയാണ് അതിന്റെ ക്ലാസ് അവസാനിക്കുന്നത്, ജൂലൈ. അപ്പൊ ഇതിനിടക്ക് പ്രത്യേകമായിട്ട് മറ്റുള്ള സ്ഥാപനങ്ങളിലുള്ള പോലെ മധ്യവേനൽ അവധിയോ ഒന്നുമില്ല. 12 മാസവും തുടർച്ചയായിട്ട് ക്ലാസ്സുകളാണ്. അതിൽ തന്നെ 5 മണിക്കൂർ പ്രാക്ടിക്കലാണ്. അപ്പൊ ഐ ടി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രന്റീസ് സ്കീമിൽ നമുക്ക് പോവാം. അതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ ഹയർ സ്റ്റഡി 2 വർഷത്തെ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പോളിടെക്നിക്കുകളിൽ ലാറ്ററൽ എൻട്രി വഴി 2ാമത്തെ വർഷത്തേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുമെന്നുള്ളത് മാത്രമല്ല, പോളിടെക്നിക്കുകളിൽ വളരെ എളുപ്പത്തിൽ ആ സിലബസ് ഫോളോ ചെയ്ത് പഠിക്കാനും നല്ല മാർക്ക് വാങ്ങി പാസ്സാവാനും കഴിയും. അതാണ് ഐ ടി കഴിഞ്ഞിട്ട് പോളിടെക്നിക്കിലേക്ക് പോകുന്നതുകൊണ്ടുള്ള ഗുണം. പിന്നെ പോളിടെക്നിക് കഴിഞ്ഞാൽ വീണ്ടും ബിടെക്കിന് ലാറ്ററൽ എൻട്രി വഴി 3 വർഷം കൊണ്ട് ബിടെക് പൂർത്തിയാക്കാൻ കഴിയും. ഈ സ്ട്രീമിൽ ഐ ടി, പോളി, ബിടെക് ഇങ്ങനെ പഠനം പൂർത്തിയാക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് വളരെ കൂടുതലായിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഇന്ത്യൻ റെയിൽവേ, അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കെമിക്കൽസ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ബാർക്ക്, ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലി കിട്ടും. അതുപോലെ തന്നെ ISRO, പ്രൈവറ്റ് മേഖലയിൽ ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ലാസ് ആൻഡ് ടർബോ, അശോക് ലേലൻഡ്. അപ്പോൾ എല്ലാ മേഖലയിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഹോട്ടലുകളിലൊക്കെ വേണം, അതുപോലെ തന്നെ ആശുപത്രികളിൽ വേണം, പത്രസ്ഥാപനങ്ങളിൽ വേണം, മീഡിയ ചാനലുകളിൽ വേണം. ഐ ടി കഴിഞ്ഞ കുട്ടികൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആവശ്യമുണ്ട്. ഇതാണ് അതിന്റെ പ്രത്യേകത. കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ISRO, അതുപോലെ തന്നെ കൊച്ചിൻ റിഫൈനറി, കൊച്ചിൻ ഷിപ്പ്യാർഡ്, സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരള, ക്യാംകോ, FACT, ടെൽക്ക്, കെല്ല്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, മലബാർ സിമെന്റ്സ്, കെൽട്രോൺ, കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്, ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ്, കേരള ഫീഡ്സ്,
ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥാപനത്തിൽ ഇതിന്റെ തൊഴിൽ ലഭ്യമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ടീച്ചിങ് ഫീൽഡിലേക്ക് തന്നെ കടക്കാൻ കഴിയും. IT കഴിഞ്ഞവർക്ക് IT തന്നെ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ IT കഴിഞ്ഞവർക്ക് IT മേഖലയിൽ ക്ലാസ് എടുക്കുവാൻ ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ കോഴ്സ് CITS അത് നൽകുന്ന ഒരു സ്ഥാപനം നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെയുണ്ട്. നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് NSTI ഗോവിന്ദപുരത്ത് സ്ഥിതി ചെയ്യുന്ന നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ IT കഴിഞ്ഞവർക്ക് അധ്യാപകരാവാനുള്ള പരിശീലനം കൊടുക്കുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ പരിശീലനമാണ് കൊടുക്കുന്നത്. 1 വർഷത്തെ പരിശീലനം കഴിഞ്ഞാൽ CITS ക്രാഫ്റ്റ് ഇൻസ്ട്രക്ടർ ട്രെയിനിങ് കോഴ്സ് എന്നാ പറയുന്നത്. CITS കഴിഞ്ഞാൽ IT പഠിപ്പിക്കാനുള്ള യോഗ്യതയായി. ഇവിടെ 4 ട്രേഡുകളിലാണ് പരിശീലനം കൊടുക്കുന്നത്. NSTI ഗോവിന്ദപുരം മെക്കാനിക്, റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിങ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ ആൻഡ് ഇലക്ട്രോണിക്സ് മെക്കാനിക്. ഈ 4 ട്രേഡുകളിൽ IT കഴിഞ്ഞാൽ നേരെ നമുക്ക് അവിടെ പ്രവേശനം കിട്ടുന്നതായിരിക്കും. അവിടെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ അവിടെ പ്രവേശനം ലഭിക്കും. ആ ഗവൺമെന്റ് ഫീസ് മാത്രമേ അവിടെ ഈടാക്കുന്നുള്ളൂ. അപ്പോൾ 1 വർഷം കൊണ്ട് ആ പരിശീലനം കഴിഞ്ഞാൽ IT പഠിപ്പിക്കുവാനുള്ള യോഗ്യതയായി. ഇപ്പോൾ ഈ യോഗ്യത നിർബന്ധമാക്കുവാനുള്ള അതിന്റെ പ്രാഥമിക പരിഗണനയിലാണ് ഇപ്പൊ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ CITS യോഗ്യത നേടിയാൽ മാത്രമേ IT പഠിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ്, ആ രൂപത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ യോഗ്യത നിലവിൽ കഴിയാത്തവർക്ക് ഇപ്പോൾ IT ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നീടാണ് സർക്കാർ ഈ കോഴ്സിന് വിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ഈ യോഗ്യത CITS സർട്ടിഫിക്കറ്റ് PSC വിജ്ഞാപനത്തിൽ നിർബന്ധമാക്കുവാൻ ഉള്ള ഒരു നിയമ ഭേദഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു സ്ഥാപനമുണ്ട്, പലർക്കും അറിയില്ല. അത് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയാണ്. ഗോവിന്ദപുരത്ത് സ്ഥിതി ചെയ്യുന്ന NSTI ഈ IT കഴിഞ്ഞവർക്ക് അധ്യാപക സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു സ്ഥാപനമാണ്. 1 വർഷത്തെ കോഴ്സാണ്. അതോടൊപ്പം തന്നെ പോളിടെക്നിക്കുകളിൽ, അതുപോലെ തന്നെ ടെക്നിക്കൽ ഹൈസ്കൂൾ, എഞ്ചിനീയറിംഗ് കോളേജ്, ഇതര സ്ഥാപനങ്ങളിലൊക്കെ വർക്ക്ഷോപ്പുകളിൽ, പ്രാക്ടിക്കൽ സെഷനുകളിൽ പഠിപ്പിക്കുവാനുള്ള വർക്ക്ഷോപ്പുകളിലേക്കുള്ള അധ്യാപകരെയും ഈ IT കഴിഞ്ഞവരെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടേറെ മേഖലകളിൽ തൊഴിൽ സാധ്യതയുള്ള, ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ ചുരുങ്ങിയ ഫീസ് ഈടാക്കിക്കൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക്, മികച്ച കരിയറിലേക്ക് കാലെടുത്ത് വെക്കാൻ കഴിയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് IT. നമുക്ക് കോഴിക്കോട് ജില്ലയിലെ ഗവൺമെന്റ് IT അതുപോലെ തന്നെ പ്രധാന കോഴ്സുകളും പരിചയപ്പെടാം. കോഴിക്കോട് ജില്ലയിൽ 12 ഗവൺമെന്റ് IT 12 ഗവൺമെന്റ് IT കോഴിക്കോട് ജില്ലയിലുണ്ട്. അതിൽ ഒന്നാമത്തത് കോഴിക്കോട് മാളിക്കടവിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് IT കോഴിക്കോട്. കോഴിക്കോട് മാളിക്കടവിൽ 2 IT ഉണ്ട്. ഒന്ന് ഗവൺമെന്റ് ജനറൽ IT കോഴിക്കോട്, മറ്റൊന്ന് ഗവൺമെന്റ് വനിതാ ITI കോഴിക്കോട്. രണ്ടും തൊട്ടടുത്ത ക്യാമ്പസുകളാണ്, വളരെ അടുത്ത് തന്നെയാണ്. ഒന്ന് വനിതകൾ മാത്രം പ്രവേശനം നൽകുന്നതാണ്. ഗവൺമെന്റ് ജനറൽ IT ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനം നൽകുന്നു. കോഴിക്കോട് IT ഉള്ള കോഴ്സുകൾ ഒന്ന് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, സർവേയർ, 3 മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെഷീനിസ്റ്റ്,
Turner, refrigeration and air conditioning technician, electronics mechanic, mechanic diesel, mechanic consumer electronics, mechanic auto electrical and electronics, stenographer and secretarial assistant. ഇത്രയും മെട്രിക് ട്രേഡുകൾ. ഇതിൽ മെക്കാനിക് ഡീസൽ 1 വർഷത്തെ കോഴ്സാണ്. മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 1 വർഷത്തെ കോഴ്സാണ്. സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടറി അസിസ്റ്റന്റ് അതും 1 വർഷത്തെ കോഴ്സാണ്. ബാക്കിയെല്ലാം 2 വർഷത്തെ കോഴ്സാണ്. നോൺ മെട്രിക് ട്രേഡ് വരുന്നത് വയർമാൻ, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, വെൽഡർ, GMAW and GTAW, welder, welding and inspection, welder structural. വെൽഡറിൽ തന്നെ 4 ടൈപ്പ് കോഴ്സാണ് വെൽഡിംഗ് ഉള്ളത്. ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ജോലി സാധ്യതയുള്ള ഒരു ട്രേഡാണ് വെൽഡർ. വെൽഡർ ഒന്നും കഴിഞ്ഞവരൊന്നും വെറുതെ നിൽക്കുന്ന അവസ്ഥയില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എല്ലാറ്റിലും വെൽഡർ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വെൽഡർ ട്രെയിനിങ് കഴിഞ്ഞവരെ സ്വദേശത്തും വിദേശത്തും എല്ലാ കമ്പനികളിലും ആവശ്യം. പ്ലംബർ, അതുപോലെ തന്നെ പ്ലംബർ, പൈപ്പ് വർക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലംബർ, ഷീറ്റ് മെറ്റൽ വർക്കർ, വുഡ് വർക്ക് ടെക്നീഷ്യൻ, ഇത്രയുമാണ് നോൺ മെട്രിക് ട്രേഡുകൾ. SSLC ഫെയിലായവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന കോഴ്സാണ്. പക്ഷേ SSLC ഫെയിലായവർക്കൊന്നും കിട്ടില്ല. SSLC പാസ്സായവരുമാണ് ഇത്രയും കോഴ്സുകളിൽ പഠിക്കുന്നത്. SSLC പാസ്സല്ല, അതിനും മുകളിൽ +2 കഴിഞ്ഞവരാണ് ഈ ട്രേഡുകളിലൊക്കെ പഠിക്കുന്നത്. വയർമാൻ 2 വർഷത്തെ കോഴ്സാണ്. ബാക്കിയുള്ളതെല്ലാം 1 വർഷത്തെ കോഴ്സാണ്. വെൽഡർ 4 വെൽഡറും, അതുപോലെ തന്നെ പ്ലംബർ, ഷീറ്റ് മെറ്റൽ വർക്കർ, വുഡ് വർക്ക് ടെക്നീഷ്യൻ. വുഡ് വർക്ക് ടെക്നീഷ്യൻ എന്ന നേരത്തെ പേര് അതിന്റെ കാർപ്പൻറ്റർ എന്നായിരുന്നു. ഇപ്പോ വുഡ് വർക്ക് ടെക്നീഷ്യൻ എന്നാക്കി മാറ്റി. ഇതാണ് ജനറൽ IT-യിലുള്ള കോഴ്സുകൾ. രണ്ടാമത് ഗവൺമെന്റ് വനിതാ IT കോഴിക്കോട്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇവിടെ വനിതകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. പക്ഷെ ജനറൽ IT-കളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനമുണ്ട്. അതോടൊപ്പം ജനറൽ IT-കളിലുള്ള 30% സീറ്റുകൾ പെൺകുട്ടികൾക്ക് റിസർവ് ചെയ്തതാണ്. ആകെ 1000 സീറ്റ് ഉണ്ടെങ്കിൽ 300 സീറ്റ് പെൺകുട്ടികൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. ജനറൽ IT, എല്ലാ ജനറൽ IT-യിലും. വനിതാ IT-യിൽ പെൺകുട്ടികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അവിടെ 12 ട്രേഡുകളാണുള്ളത്. 12 എണ്ണം. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, സർവേയർ, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, സെക്രട്ടേറിയൽ പ്രാക്ടീസ്, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, കോസ്മെറ്റോളജി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, എല്ലാം മെട്രിക് ട്രേഡുകളാണ്. SSLC പാസ്സായവർക്കുള്ള ട്രേഡുകളെല്ലാം. ഇതിനകത്ത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, സർവേയർ, അതുപോലെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്നീ 4 ട്രേഡുകളും 2 വർഷത്തെ ദൈർഘ്യമുള്ള കോഴ്സുകളാണ്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, സർവേയർ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്നീ 4 ട്രേഡുകളും 2 വർഷത്തെ ദൈർഘ്യമുള്ള കോഴ്സുകളാണ്. ബാക്കി എല്ലാ ട്രേഡുകളും 1 വർഷത്തെ ദൈർഘ്യമുള്ള കോഴ്സുകളാണ്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിലും സർവേയർ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. സിവിൽ
സർവേയർ, നിങ്ങൾക്കറിയാം, ലാൻഡ് സർവേ ആണ് അവരുടെ ഡ്യൂട്ടി. ഇത് റവന്യൂ വകുപ്പിലൊക്കെ ഇപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുവാൻ സാധ്യതകളാണ്. ഇനി റവന്യൂ വകുപ്പിൽ ഇല്ലെങ്കിലും പ്രൈവറ്റ് മേഖലയിൽ ഒട്ടേറെ അന്വേഷണം സർവേയർ കഴിഞ്ഞവരുണ്ടോ എന്ന ചോദ്യത്തിൽ ഇപ്പോഴും നമ്മുടെ ഐടിഐകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയാത്ത അത്രയും ഡിമാൻഡാണ് പുറത്തുനിന്നും ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ നിന്ന് വരുന്നത്. സിവിൽ, അതുപോലെ തന്നെ സർവേയർ, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, വസ്ത്ര ഡിസൈൻ, ടെക്സ്റ്റൈൽ വിഭാഗത്തിലേക്കാണ് ഇത്തരം കോഴ്സ് കഴിഞ്ഞ കുട്ടികൾ കഴിയുന്നത്. വളരെ ഡിമാൻഡുള്ള ട്രേഡാണ്. സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിയും. സർക്കാരും അതുപോലെ തന്നെ സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റൈൽ വിഭാഗത്തിലേക്ക് വസ്ത്രനിർമ്മാണം, ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ വസ്ത്രനിർമ്മാണവും എപ്പോഴും എല്ലാ കാലത്തും മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡിമാൻഡ് കുറയാത്ത, കാരണം എല്ലാ സമയത്തും വസ്ത്രം മനുഷ്യർക്ക് ആവശ്യമുള്ളതാണല്ലോ. അപ്പോൾ ഒരിക്കലും ഇതിന്റെ ഡിമാൻഡ് കുറയുന്നില്ല. ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, സെക്രട്ടേറിയൽ പ്രാക്ടീസ്, അത് ഓഫീസുകളിലൊക്കെ ജോലി കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ള കോഴ്സാണ് സെക്രട്ടേറിയൽ പ്രാക്ടീസ്. ഇംഗ്ലീഷ്, സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ് ആയിട്ടൊക്കെ ജോലി ലഭിക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസുകളിൽ ജോലി കിട്ടാൻ സാധ്യതകളാണ്. സ്വകാര്യ മേഖലയിലും ഗവൺമെന്റ് മേഖലയിലൊക്കെ ഓഫീസുകളിൽ ജോലി ലഭിക്കുവാൻ ഏറ്റവും സഹായകരമാകുന്ന കോഴ്സാണ് ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ. കോസ്മെറ്റോളജി നമ്മുടെ സ്കിൻ കെയർ, ബ്യൂട്ടീഷ്യൻ, സ്ത്രീകൾക്കുള്ള സൗന്ദര്യം കൂട്ടുന്ന ആ ട്രേഡ്, അതിനെപ്പറ്റി പഠിക്കുന്ന ട്രേഡാണ് കോസ്മെറ്റോളജി. കേരളത്തിലാകെ ഇപ്പോൾ 2 സ്ഥലത്ത് മാത്രമേ ഈ കോഴ്സ് ഉള്ളൂ. ഒന്ന് കോഴിക്കോട് ഗവൺമെന്റ് ഐടിയിലും, മറ്റൊന്ന് കഴക്കൂട്ടം വനിതാ ഐടിയിൽ ഈ പ്രാവശ്യം തുടങ്ങുന്ന മാത്രമേ ഉള്ളൂ. ഇതുവരെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, കോഴിക്കോട് ഗവൺമെന്റ് ഐടിയിൽ, കോഴിക്കോട് വനിതാ ഐടിയിൽ. ഇപ്പോൾ അതിന് ഡിമാൻഡ് കാരണം ഒരു സ്ഥലത്ത് കൂടെ തുടങ്ങുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു കോഴ്സാണ് കോസ്മെറ്റോളജി. ഇത് കഴിഞ്ഞാൽ ഒരു കുട്ടിയും വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ല. അത്രയും ഡിമാൻഡുള്ള ട്രേഡാണ് കോസ്മെറ്റോളജി. ഈ കോസ്മെറ്റോളജിയിൽ അവിടെ ITI NCVT സർട്ടിഫിക്കറ്റ് അല്ലാതെ അതിന് പുറമെ ഷോർട്ട് ടേം കോഴ്സും നടത്തുന്നുണ്ട്. 6 മാസത്തെ ദൈർഘ്യമുള്ള ഗവൺമെന്റ് വനിതാ ഐടിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തുന്ന 6 മാസത്തെ ദൈർഘ്യമുള്ള കോഴ്സ് നടത്തുന്നുണ്ട്. ഇത് കൂടാതെ അതിനും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, അത് 2 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ്. കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സാണ്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ് കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടതാണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, അതിന്റെ ഷോർട്ട് ഫോം കോപ്പ, ഇതും കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സാണ്. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് 5 സ്റ്റാർ ഹോട്ടലുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ റിസപ്ഷനിസ്റ്റായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിലൊക്കെ ജോലി ലഭിക്കാൻ സാധ്യതകളാണ്. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, വളരെ ഉയർന്ന ജോലി സാധ്യതകളാണ്. ഈ പ്രാവശ്യത്തെ കുട്ടികളിൽ പലരും, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ പലരും പ്ലേസ്മെന്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അതിന്റെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട നെറ്റ്വർക്കിംഗ്, ഇപ്പോൾ എല്ലാ കമ്പ്യൂട്ടർ വ്യാപകമായി കഴിഞ്ഞു. എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും നെറ്റ്വർക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ മെയിൻ്റനൻസ് അതൊക്കെ ചെയ്യുന്ന ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക്. ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ, അത് സിവിലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്റീരിയർ ഡിസൈൻ, പിന്നെ ഇലക്ട്രോണിക്സ്, മെക്കാനിക്, എല്ലാ ട്രേഡുകളിലും വളരെ ജോലി സാധ്യതയുള്ളതാണ്. 12 ട്രേഡുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിൽ 4 എണ്ണം 1 വർഷ കാലാവധിയുള്ളതും 4 എണ്ണം 2 വർഷത്തെ കാലാവധിയുള്ളതും
ബാക്കി 8 1 വർഷ കാലാവധിയുള്ള കോഴ്സുകളും ആണ്. ഗവൺമെന്റ് ITI തിരുവമ്പാടി, അവിടെ 3 കോഴ്സുകളാണ്. ഇലക്ട്രീഷ്യൻ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ആൻഡ് പ്ലംബർ. ഈ 3 ട്രേഡുകളാണ് ഗവൺമെന്റ് ITI തിരുവമ്പാടിയുള്ളത്. ഗവൺമെന്റ് ITI ചാത്തമംഗലം ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, അതുപോലെ തന്നെ സർവേയർ, രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ട്രേഡാണ്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിലും സർവേയറും. ഗവൺമെന്റ് ITI നരിപ്പറ്റ എന്ന് പറഞ്ഞാൽ കുറ്റ്യാടി ഭാഗത്താണ്. കുറ്റ്യാടിയിൽ നിന്നും നാദാപുരം റോഡിലേക്ക് പോകുന്ന, അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് തെറ്റി പോയാൽ ഉള്ള ITI ആണ് നരിപ്പറ്റ. അവിടെ 2 ട്രേഡാണ്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ, ഫിറ്റർ. ഈ 2 ട്രേഡുകളാണ് അവിടെ പരിശീലിപ്പിക്കുന്നത്. ഗവൺമെന്റ് ITI കൊയിലാണ്ടി, അവിടെയുള്ള ട്രേഡുകൾ ഫിറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് ഡീസൽ, മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഹോസ്പിറ്റൽ ഹൗസ്കീപ്പിംഗ്, ഹോസ്പിറ്റലിലുള്ള ഹൗസ് കീപ്പിംഗ്, അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സാണ്. വളരെ ഡിമാൻഡുള്ള ട്രേഡാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്. അത് കൊയിലാണ്ടിയും അതുപോലെ തന്നെ ബേപ്പൂരും മാത്രമേ ഈ 2 ട്രേഡുകളുള്ളൂ. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗിന്റെ ചാർജ്, അതാണ് അവർക്ക് വരുന്ന ഡ്യൂട്ടി. ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ ഹോട്ടലുകളിലും, വൻകിട ഹോട്ടലുകളിലൊക്കെ ജോലി ലഭിക്കുവാൻ സാധ്യതയുള്ള കോഴ്സാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ആയിട്ടാണ് അവർക്ക് ജോലി ലഭിക്കുന്നത്. അതുപോലെ മൾട്ടിമീഡിയ ആനിമേഷൻ ആൻഡ് സ്പെഷ്യൽ എഫക്റ്റ്, MASC, ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ. ഈ 10 ട്രേഡുകളാണ് കൊയിലാണ്ടി ITIയിൽ പരിശീലനം നൽകി വരുന്ന ട്രേഡുകൾ. ഇതിൽ ഫിറ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്നിവ 2 വർഷം ദൈർഘ്യമുള്ള കോഴ്സുകളാണ്. ഫിറ്റർ ആൻഡ് ഇലക്ട്രോണിക്സ് മെക്കാനിക്. ബാക്കി 8 ട്രേഡും 1 വർഷ ദൈർഘ്യമുള്ള കോഴ്സുകളാണ്. ഗവൺമെന്റ് ITI വടകര 3 ട്രേഡുകളാണ് പരിശീലിപ്പിക്കുന്നത്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ, ഈ 3 ട്രേഡുകളാണ് അവിടെ പരിശീലിപ്പിക്കുന്നത്. ഗവൺമെന്റ് ITI ബേപ്പൂർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിലും ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്. ഇതിൽ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് 1 ഇയർ ആണ്. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 1 വർഷം. ഗവൺമെന്റ് ITI മണിയൂർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, വെൽഡർ. ഗവൺമെന്റ് ITI കൊടുവള്ളി, അവിടെ 1 ട്രേഡ് മാത്രമേ ഉള്ളൂ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ മാത്രം. ഗവൺമെന്റ് ITI പേരാമ്പ്ര ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി. ആൻഡ് ലാസ്റ്റ് ഗവൺമെന്റ് ITI വളയം ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ. ഗവൺമെന്റ് ITI പേരാമ്പ്രയുള്ള ഒരു വ്യത്യസ്ത ട്രേഡാണ് മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി. അഗ്രികൾച്ചറൽ കൃഷി അനുബന്ധമായിട്ടുള്ള ഒരുപാട് മെഷീനറീസ് ഉണ്ട്. അതിനെ പറ്റിയുള്ള ആ മെഷീനറീസിനെ പറ്റി പഠിക്കുന്ന ട്രേഡാണ് മെക്കാനിക് അഗ്രികൾച്ചറൽ മെഷീനറി. ഇതാണ് കോഴിക്കോട് ജില്ലയിലെ 12 ITIകളിൽ പഠിപ്പിക്കുന്ന ട്രേഡുകൾ. സംസ്ഥാനത്ത്
108 സർക്കാർ IT-കളുണ്ട്. അതിൽ 78 ട്രേഡുകളിൽ പരിശീലിപ്പിക്കുന്നു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30 വൈകിട്ട് 5 മണി വരെയാണ്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. സംസ്ഥാനത്തെ ഏത് IT-കളിലേക്ക് വേണമെങ്കിലും ഒരൊറ്റ അപേക്ഷ മതി. അതിന് അപേക്ഷാ ഫീസായിട്ട് സർക്കാരിലേക്ക് അടക്കേണ്ടത് 100 രൂപയാണ്. ഏത് IT-യിലേക്ക് വേണമെങ്കിലും നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. ഒരൊറ്റ അപേക്ഷ വേണം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ITIadmissions.kerala.gov.in എന്നുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. എല്ലായിടത്തേക്കും ഒറ്റ അപേക്ഷ മാത്രം മതി. ഫീസ് വരുന്നത് 2 വർഷത്തേക്ക് 1270 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. 1 വർഷത്തേക്ക് 950 രൂപ. 14 വയസ്സ് തികഞ്ഞിരിക്കണം. ഉയർന്ന പ്രായപരിധി ഇല്ല. അതാണ് പ്രത്യേകം. ഏത് പ്രായമുള്ളവർക്ക് വേണമെങ്കിലും IT-കളിൽ അപേക്ഷിച്ചിട്ട് പഠിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ ഗവൺമെന്റ് IT-കളിൽ പഠിക്കുവാൻ ഒരു പ്രാവശ്യം മാത്രമേ നേരത്തെ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ പ്രാവശ്യം. പക്ഷെ ഇപ്പോൾ ഗവൺമെന്റ് IT-യിൽ പഠിച്ചു കഴിഞ്ഞ ആൾക്ക് വീണ്ടും വേണമെങ്കിലും റിപ്പീറ്റ് ആയിട്ട് മറ്റുള്ള ട്രേഡിലും വേണമെങ്കിലും ചേർന്ന് പഠിക്കാൻ കഴിയും. അതിനൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അവസാനം ആദ്യമായിട്ട് അപേക്ഷ തന്ന് പുതിയ അപേക്ഷകരെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ രണ്ടാമതുള്ള ആളെ പരിഗണിക്കുള്ളൂ. നോർമൽ കണ്ടീഷനിൽ ഒരു പ്രാവശ്യമായിരുന്നു സർക്കാർ സൗകര്യം കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ പഠിച്ചു കഴിഞ്ഞ ആൾക്ക് ഇനി വേണമെങ്കിൽ AST ട്രേഡ് പഠിക്കണമെങ്കിൽ പഠിക്കാൻ കഴിയും. പക്ഷെ എന്താണ് നിബന്ധന എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അപേക്ഷ തന്നവരെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം അപേക്ഷകരെ പരിഗണിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യണം. പിന്നെ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു IT-യിൽ, സംസ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു IT, തൊട്ടടുത്ത IT-യിൽ പോയി ഒറിജിനൽ രേഖകളൊക്കെ ഹാജരാക്കി അത് വെരിഫിക്കേഷൻ നടത്തണം. എന്നാൽ മാത്രമേ അപേക്ഷാ സമർപ്പണം പൂർത്തിയാവുകയുള്ളൂ. നിലവിലെ ഡേറ്റ് പ്രകാരം ജൂലൈ 7-നാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. വരെയാണ് ഇപ്പോൾ ഡേറ്റ് വന്നിരിക്കുന്നത്. അവസാന ഡേറ്റ് ജൂൺ 30-ആണ്. പക്ഷേ ചിലപ്പോൾ അത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു IT-യിൽ പോയി വെരിഫിക്കേഷൻ നടത്തണം. എന്നാൽ മാത്രമേ അത് അപേക്ഷാ സമർപ്പണം പൂർത്തിയാവുകയുള്ളൂ. ഉയർന്ന പ്രായപരിധി ഇല്ല. എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. എല്ലാ IT-കളിലും 30% സീറ്റുകൾ പെൺകുട്ടികൾക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, എല്ലാ IT-കളിലും പഠിക്കുന്ന കുട്ടികളിൽ 50% കുട്ടികൾ, ആകെ 500 കുട്ടികളാണെങ്കിൽ പഠിക്കുന്നത് 250 കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. ആകെയുള്ള കുട്ടികളിലുള്ള പകുതി പേർക്ക് അവരുടെ വരുമാനം പരിഗണിച്ച് ഏറ്റവും കുറവ് വരുമാനമുള്ള പകുതി പേർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതുപോലെ തന്നെ OEC, ഫിഷറീസ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ഇതിലും കൂടുതലായിരിക്കും. ജനറൽ സ്റ്റൈപ്പൻഡ് മാസത്തിൽ 120 രൂപയാണ്. മറ്റുള്ളവർക്ക് അതിലും കൂടുതലായിരിക്കും. 10ാം ക്ലാസ്സിലെ കണക്ക്, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി
എന്നിവയുടെ മാർക്ക് നോക്കിയിട്ടാണ് ഇവിടെ ഇൻഡെക്സ് മാർക്ക് നിർണ്ണയിക്കുന്നത്. അതോടൊപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞവർക്ക് 20 മാർക്ക് കൂടുതൽ അഡീഷണൽ മാർക്ക് ലഭിക്കും. അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയി അവരുടെ ഇൻഡെക്സ് മാർക്കിനോട് കൂടെ 20 മാർക്ക് കൂടെ ആഡ് ചെയ്യും. മെട്രിക് ട്രേഡുകൾക്ക് +2 വിജയിച്ചു കഴിഞ്ഞാൽ 20 മാർക്ക് കൂടെ ഗ്രേസ് മാർക്ക് ലഭിക്കും. അതുപോലെ നോൺ മെട്രിക് ട്രേഡുകൾക്ക് 10ാം ക്ലാസ് വിജയിച്ചവർക്ക് 20 മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ യുവജനോത്സവം, NCC, NSS സർട്ടിഫിക്കറ്റുകൾ ഗ്രേസ് മാർക്ക് ഉണ്ട്. ലാസ്റ്റ് ഗവൺമെന്റ് ITകളിൽ 50% വിദ്യാർത്ഥികൾ പ്രതിമാസം 120 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 80% ഹാജർ നിർബന്ധമാണ്. പരീക്ഷ അറ്റൻഡ് ചെയ്യുക 80% ഹാജർ നിർബന്ധമാണ്. അതായത് സിലബസ് തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ പരീക്ഷ നടത്തുന്നതുമെല്ലാം കേന്ദ്ര ഗവൺമെന്റാണ്. നടത്തിപ്പ് മാത്രമേ നമ്മുടെ സംസ്ഥാന സർക്കാരുള്ളൂ. ഇതാണ് ഇതിന്റെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. മോഹൻ സർ, പറഞ്ഞോളൂ. നമുക്ക് പിന്നെ കുറച്ച് സമയം ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടേ അങ്ങ് ചെയ്താലോ? കുട്ടികളുടെ പിന്നെ നമ്മുടെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി പിന്നെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. നമുക്ക് തന്നെ ഇതിന്റെ വെബ്സൈറ്റിൽ പോയാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ പ്രോസ്പെക്ടക്സും അതിന് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും det.kerala.gov.in എന്നുള്ള സൈറ്റിൽ ലഭ്യമാണ്. എല്ലാ കാര്യങ്ങളും ITI കോഴ്സുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിന്റെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ളതും ചില പ്രത്യേക ബ്ലോക്കുകളിൽ പെട്ടവർക്ക് സംവരണം കൊടുക്കുന്നുണ്ട്. ആ ലിസ്റ്റൊക്കെ നമ്മുടെ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ എല്ലാ വനിതാ ITകളിലും ഉച്ചഭക്ഷണം സൗജന്യമായിട്ട് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ITകളിലും വനിതാ IT അല്ലാത്ത എല്ലാ ITകളിലും ന്യൂട്രീഷൻ ഫുഡ്, അതായത് പാല്, മുട്ട, ഇത് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഈ അവസരത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ det.kerala.gov.in എന്നുള്ള സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ നമുക്ക് പിന്നെ ഈ സമയം 1 മണിക്കൂറോളം IT എന്താണെന്നും അതിന്റെ കൃത്യമായ വിവരങ്ങളാണ് മുഹമ്മദ് സാർ തന്നത്. ജോലി സാധ്യതകൾ, കോഴ്സിന്റെ ഡീറ്റെയിൽസ്, ഓരോ കോഴ്സിനെ കുറിച്ച് വിശദീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് ഏതൊക്കെ ITകൾ ഉണ്ടെന്നും ആ ITകൾ നടത്തുന്ന കോഴ്സുകളെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഒരു 5 മിനിറ്റ് സമയം നമുക്ക് ഡൗട്ട്സ് ക്ലിയറൻസിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. ഇതിലെ പാർട്ടിസിപ്പൻസ് ഈ കേട്ടതിൽ നിന്നും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഷെയർ ചെയ്യാവുന്നതാണ്. ചോദിച്ചോളൂ. ഹലോ സർ, നമസ്കാരം. വളരെ വളരെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ക്ലാസ് ആയിരുന്നു. വളരെ ഉപകാരപ്രദമായി. ഒരു സംശയമാണ് ചോദിക്കാനുള്ളത്. മാനേജ്മെന്റ് കമ്മിറ്റി കുറേ പ്രോഗ്രാംസ് നടത്തുന്നുണ്ടല്ലോ ITകളിൽ വെച്ചിട്ട്. അതിൻ്റെ ഒരു വിദ്യാർത്ഥികൾക്ക് എത്രമാത്രം അത് ഗുണം ചെയ്യും? അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഈ പ്രൈവറ്റ് ടീമൊക്കെ നടത്തുന്ന സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതുകൊണ്ട് അവരെ ജോലി കിട്ടാൻ സഹായിക്കുന്നുണ്ടോ? അത്തരത്തിൽ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. മാനേജ്മെന്റ് കോഴ്സുകൾ, അതായത് എല്ലാ ITയിലും ഈ കോഴ്സ് നടത്തുന്നില്ല. ചുരുക്കം ചില തിരഞ്ഞെടുത്ത ITകളിൽ മാത്രമേ ഇത്തരം കോഴ്സുകൾ നടത്തുന്നുള്ളൂ. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കമ്മിറ്റിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പൽ, PTA, അതുപോലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ സ്ഥാപനങ്ങൾ, 5ഓളം വ്യവസായ സ്ഥാപനങ്ങളിലെ മെമ്പർമാർ, ഇതൊക്കെ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി.
ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് അത് നമ്മൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരത്തോടു കൂടെയാണ് കോഴ്സുകൾ നടത്തുന്നത്. ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ITI നടത്തുന്നുണ്ട്, കോഴിക്കോട് വനിതാ ITI നടത്തുന്നുണ്ട്. ഈ 2 ITI മാത്രമേ ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ നടത്തുന്നുള്ളൂ. അതുപോലെ കണ്ണൂർ ITI നടത്തുന്നു. ഇതിൽ 6 മാസ കാലാവധിയുള്ള വിവിധ കോഴ്സുകളാണ് നടത്തുന്നത്. ഇപ്പൊ കോഴിക്കോട് വനിതാ ITI ബ്യൂട്ടീഷ്യൻ കോസ്മെറ്റോളജി ട്രേഡിന്റെ കീഴിലുള്ള ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ട് മാനേജ്മെന്റ്, ഓട്ടോകാഡ് എന്നീ 4 കോഴ്സുകളാണ് നടത്തുന്നത്. അപ്പൊ അതിന് ഈ IMC എന്ന് പറയുന്ന കമ്മിറ്റിയുടെ ഗവൺമെന്റ് അംഗീകാരമുള്ള ഈ IMC കമ്മിറ്റിയുടെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. അതിന് ഫീസ് വാങ്ങിയിട്ടാണ് പഠിപ്പിക്കുന്നത്, ഫീസ് ഇല്ലാതെയല്ല. നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ITI കോഴ്സിന് 2 വർഷത്തേക്ക് 1270 1 വർഷത്തേക്ക് 950 രൂപയുമാണ് ഫീസ്. പക്ഷേ ഈ കോഴ്സുകൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിക്കുന്ന കോഴ്സ് കൊടുക്കാൻ വിദ്യാർത്ഥി ബാധ്യസ്ഥനാണ്. അതോടൊപ്പം തന്നെ പ്ലേസ്മെന്റിന് വേണ്ടി അസിസ്റ്റ് ചെയ്യും. പരമാവധി കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള സഹായവും ചെയ്തു കൊടുക്കാറുണ്ട്. സർക്കാർ അംഗീകൃത ബോഡിയാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഓക്കെ. ഇത് ചില കുട്ടികൾക്കൊക്കെ ഇത് ചേർന്നവർ പറയുന്നത് ഇതൊരു ഫണ്ട് റൈസിങ് പ്രോഗ്രാമായിട്ട് തോന്നുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആയിരിക്കും, അതിൽ വല്ല കാര്യമുണ്ടോ? ITI സർട്ടിഫിക്കറ്റിന്റെ ഒരു വാല്യൂ ഇൻഡസ്ട്രിയിൽ ഇതിന് കിട്ടുമോ? അതോ ITI സർട്ടിഫിക്കറ്റിന് അത്ര വാല്യൂ കിട്ടില്ല. കാരണം ഇത് 6 മാസത്തെ കോഴ്സാണ്, 6 മാസം 3 മാസത്തെ കോഴ്സാണ്. ITIയുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഒരിക്കലും കിട്ടില്ല. നിയമപരമായിട്ട് ഇതിന് പ്രത്യേകിച്ച് വാലിഡിറ്റി ഒന്നുമില്ല, ഒരു ITI യോഗ്യത ഇല്ല. IMC ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ് മാത്രമാണ്, അല്ലാതെ ഗവൺമെന്റിന്റെ യാതൊരു അഷുറൻസും ഇതിന് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ജോലി ലഭിക്കുവാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ വനിതാ ITIയിലാണ് വർക്ക് ചെയ്യുന്നത്, വൈസ് പ്രിൻസിപ്പളാണ്. അപ്പൊ അവിടുത്തെ കോഴ്സുകൾ നമ്മൾ അതിന്റെ ജോലി ലഭിക്കുവാൻ വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. മറ്റുള്ള ITIകളിൽ അവിടെ അന്വേഷിച്ചിട്ട് മാത്രമേ കോഴ്സിന് ചേരാൻ പാടുള്ളൂ. അവിടെ അന്വേഷിച്ചിട്ട് എത്രത്തോളം അതിന്റെ ജോലി ലഭിക്കുന്നുണ്ട് കുട്ടികൾക്ക്, ഇത്തരം കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ജോലി ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ കുട്ടികളെ ഈ കോഴ്സുകൾക്ക് പറഞ്ഞേക്കാവൂ. കാരണം അല്ലാതെ ഗവൺമെന്റിന്റെ യാതൊരു അഷുറൻസും ഇല്ല. അതാണ് ഇതിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഫീസ് കൊടുത്താണ് കുട്ടികൾ പഠിക്കേണ്ടത്. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി വേറെ സംശയങ്ങൾ ഇത് പങ്കെടുത്ത പാർട്ടിസിപ്പൻസിന് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഉള്ള ഒരു അവസരമാണ്. നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അലി സർ വളരെ സമഗ്രമായി ITI മേഖലയെ കുറിച്ച് പ്രതിപാദിച്ചു. ബ്രേക്ക് ആയി പോലോ ശബ്ദം, നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടോ അവിടെ? അഫ്സർ ബാബു. ഒരുപാട് സന്തോഷം. എനിക്ക് ചോദിക്കാൻ കൂടി എന്തുകൊണ്ട് വരുന്നില്ല, സജഷൻസ് ഒക്കെ കൊടുക്കുമ്പോ പറഞ്ഞു കേൾക്കാറുള്ളത് സിലബസ് കാലോചിതമായി പരിഷ്കരിച്ചിട്ടില്ല, അതുപോലെ ITIയിൽ നിന്നും കിട്ടുന്ന പല ക്ലാസ്സുകളുടെ രീതി മാറിയ കാലത്തിന് അനുസരിച്ച് അവർക്കത് ഫിറ്റല്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതാണോ ഒരു കാരണം? അല്ലെങ്കിൽ വേണ്ടത്ര ഇതിനെക്കുറിച്ച് ആളുകളിൽ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണോ? കുട്ടികൾ വെറുതെ തൊഴിലില്ലാതെ നടക്കുന്നു. ഈ കോഴ്സ് ചെയ്താൽ തൊഴിലില്ലായ്മക്ക് വലിയ പരിഹാരം കാണുമല്ലോ. എന്താണ് സാറിന് പറയാനുള്ളത്? നമുക്ക് എങ്ങനെ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കാം? കുട്ടികള് എനിക്ക് മനസ്സിലാവുന്നത് ഇത് പ്രത്യേക ഒരു പ്രൊപ്പഗണ്ട ഡിസർക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അത്തരം ഒരു സാഹചര്യം ഇല്ല. കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ITI കോഴ്സുകളെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവരിലേക്ക് എത്താത്തതാണ്. അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഇതിനെപ്പറ്റിയുള്ള ഒരു അറിവ് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നത്. ഈ സിലബസ് കാലോചിതമായിട്ട് പരിഷ്കരിക്കുന്നുണ്ട്. കാലാകാലങ്ങളിലും മാറിയ സാഹചര്യത്തിനനുസരിച്ച് പുതിയ പുതിയ ട്രേഡുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഡ്രോൺ ടെക്നോളജി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. NSTA കേന്ദ്ര ഗവൺമെന്റിനെ നേരിട്ട് നടത്തുന്ന NSTA നേരത്തെ പറഞ്ഞല്ലോ, ഗോവിന്ദപുരത്ത് നടത്തുന്ന ഉള്ള സ്ഥാപനമായ NSTA നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ
ഡ്രോൺ ടെക്നോളജി നടത്തുന്നുണ്ട്. അതൊക്കെ ആധുനിക രീതിയിലുള്ള കോഴ്സുകളാണ്. അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ടെക്നോളജി അതിപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. മെക്കാട്രോണിക്സ്, പുതിയ പുതിയ ട്രേഡുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഴയ ട്രേഡുകൾ, പരമ്പരാഗതമായ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, അങ്ങനെയുള്ള ട്രേഡുകളൊക്കെ ഇപ്പോഴും പ്രസക്തിയുണ്ട്. അതൊന്നും ഒഴിവാക്കാൻ കഴിയില്ല. അപ്പൊ അത്തരം ട്രേഡുകൾ ഇപ്പോഴും ആവശ്യമുണ്ട്. അതിനകത്ത് പഴയ സിലബസിന്റെ കൂടെ തന്നെ പുതിയ കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ടാണ് സിലബസ് ഇങ്ങനെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒറ്റയടിക്ക് നമുക്കതിൽ ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ കാലാകാലങ്ങളിൽ സിലബസ് പരിഷ്കരിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ജോലി ലാബേഴ്സ് ആണ്, ഇത് തൊഴിലാളികളാണ്, അല്ലാതെ സൂപ്പർവൈസറി കാറ്റഗറിയിലേക്ക് പോകുന്നില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതുവഴി ജോലി ചെയ്യണം, അല്ലാതെ നമുക്ക് മറ്റുള്ള മേഖലയിലുള്ള അല്ലെങ്കിൽ ഡിപ്ലോമ, ബിടെക് കഴിഞ്ഞവരെ സൂപ്പർവൈസിങ് കാറ്റഗറിയിലേക്കല്ല ജോലി ലഭിക്കുന്നത്. അപ്പൊ എന്തായാലും കുറച്ചു കായിക അധ്വാനമുള്ള ജോലിയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം കുട്ടികള് പിന്നെ ഇത് പുറകോട്ടടിക്കാൻ കാരണം. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് രക്ഷിതാക്കള് ബോധവാന്മാരാവുന്നില്ല. രക്ഷിതാക്കളും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ അടുത്തേക്ക് എത്തുന്നില്ല. അപ്പൊ ഇതിൽ കുട്ടികൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതേ ജോലിയിൽ തന്നെ തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്തോണമെന്നില്ല. അവർക്ക് അവിടെ പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ലാബേഴ്സ് ആണ്, സ്കിൽഡ് ലാബേഴ്സ് ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അല്ലാതെ വൈറ്റ് കോളർ ജോബ് എന്നുള്ള ഒരു ജോബിലേക്ക് ഉദ്ദേശിച്ച് വരാൻ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഇത് പോവില്ല. അതുകൊണ്ടായിരിക്കാം കുട്ടികൾ ഇതിൽ പുറകോട്ട് പോകുന്നത്. തന്നെയുമല്ല, ഇത് ടൈറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 5 മണിക്കൂർ പ്രാക്ടിക്കലാണ്, വെക്കേഷൻ ഇല്ല. അതൊക്കെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ആയിരിക്കാം. അവധിയില്ല, മറ്റുള്ള പഠനം പോലെ 2 മാസത്തെ വെക്കേഷൻ ഒന്നും കൊടുക്കില്ല. ത്രൂ ഔട്ട് ക്ലാസ് ആണ്. അതോടൊപ്പം തന്നെ ഇപ്പോ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പിന്നെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓൺ ദി ജോബ് ട്രെയിനിങ്. 150 മണിക്കൂർ ഇപ്പോ ഓരോ ട്രേഡിലും കുട്ടികള് വ്യവസായ സ്ഥാപനത്തിൽ പോയി പരിശീലിക്കുകയാണ്. അതൊക്കെ അതൊരു പ്ലസ് പോയിന്റ് ആണ്. 150 മണിക്കൂർ ഇപ്പോ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികളിൽ അവർ പോയി പരിശീലിക്കുകയാണ്. അപ്പൊ അവരുടെ പ്രാക്ടിക്കൽ അറിവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ അടുത്താണ് 3 വർഷമായി നടപ്പിലാക്കിയിട്ട് ഓൺ ദി ജോബ് ട്രെയിനിങ് 150 മണിക്കൂർ അവര് പ്രാക്ടിക്കൽ പിന്നെ യഥാർത്ഥ വ്യവസായ സ്ഥാപനത്തിൽ പോയിട്ടാണ് ജോലി ചെയ്യുന്നത് ഈ പീരീഡിനിടയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പല കുട്ടികളെയും, കഴിവുള്ള കുട്ടികളെ, താല്പര്യമുള്ള കുട്ടികളെ ആ കമ്പനി അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ കോഴിക്കോട് വനിതാ ഐടിയിലൊക്കെ പല കുട്ടികളെയും ഇപ്പോൾ തന്നെ ആ കമ്പനി ഓൺ ദി ജോബ് ട്രെയിനിങ്ങിന് പോയിരിക്കുന്ന കമ്പനി അവരെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ മാറ്റമാണ്. ഇനിയിപ്പോ കൂടുതലായിട്ട് ചിലപ്പോൾ ഒരു 6 മാസത്തോളം പിന്നെ ഈ ദൈർഘ്യം 150 മണിക്കൂർ എന്നുള്ളത് 3 മാസം വരെ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുവഴി ഇൻഡസ്ട്രിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവർക്ക് നൂതന ട്രെയിനിങ് ആണ് ലഭിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ അവർക്ക് പിന്നെ അഡ്വാൻസ് ട്രെയിനിങ് ലഭിക്കും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ എന്താണ്, അവർ ലാബേഴ്സ് ആയിട്ടാണ് നമുക്ക് ആദ്യം തന്നെ പോസ്റ്റ് ചെയ്യപ്പെടും. പിന്നീട് അങ്ങോട്ട് പിന്നെ ക്രമേണ പ്രൊമോഷൻ ലഭിക്കുക എന്നല്ലാതെ ഉയർന്ന തലത്തിലുള്ള പോസ്റ്റിംഗ് അത് ആദ്യം തന്നെ ലഭ്യമാകുവാൻ പ്രയാസമാണ്. അതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും സർക്കാരുകൾ സിലബസ് കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ ഇതിനെപ്പറ്റി താല്പര്യമില്ലാത്ത കുട്ടികൾ പറഞ്ഞ് വരുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പിന്നെ തെറ്റിദ്ധാരണയാണ്. സിലബസ് കാലാകാലങ്ങളിൽ പരിഷ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ കോഴ്സുകളും സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ഫോർ ദ ക്ലാരിഫിക്കേഷൻ. സർ, ഈ ITIയിൽ നിന്നും പോളിയിലേക്ക് ലാറ്ററൽ എൻട്രി വഴി എത്ര സീറ്റ് അവിടെ റിസർവേഷൻ ഉണ്ട് പോളിയിൽ? 5% ആണെന്നാണ്. 5%. അത് മാത്രമല്ല, 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ലാറ്ററൽ എൻട്രിയിൽ പോളിടെക്നിക്കിലേക്ക് പിന്നെ 2ാമത്തെ വർഷത്തേക്ക് പ്രവേശനം കിട്ടുള്ളൂ. ITIകളിൽ 2 വർഷത്തെ കോഴ്സ് കഴിയണം. 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ പോലെ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞവർക്ക് അവിടെ 5% സംവരണം വഴി ലാറ്ററൽ എൻട്രിയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതാണ്. ഒരു ഡൗട്ട് ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളുണ്ട് ITIയിൽ? ഫയർ ആൻഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ നിലവിൽ ഗവൺമെന്റിന്റെ ITIകളിൽ ഇല്ല, ഇപ്പൊ ഇല്ല. അത് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യണം.
ഇപ്പം നിലവിലില്ല. ഓക്കെ താങ്ക് യു സർ. ഓക്കെ, ആർക്കെങ്കിലും ഇനി ഡൗട്ട്സ് ചോദിക്കാണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഗുഡ് അവസാനിപ്പിക്കാം? മോർണിംഗ് സാർ. ക്ലാസ് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. കരിയർ ഗൈഡ്മാർക്കും ട്രെയിനേഴ്സിനൊക്കെ ഉപകരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയ ക്ലാസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾക്ക് ഇതിനെപ്പറ്റി അവബോധമില്ല, കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നില്ല? 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ മൊത്തം +1 കണ്ട് അടിച്ചു കയറുകയാണ്. അപ്പൊ ആ സ്കിൽഡ് വർക്കേഴ്സിനെ ഒരു ജനുവരിയിൽ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത് കോഴിക്കോട് ജില്ലയിലാണെങ്കിലും അവിടെ കുറെ IT-കളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു മാസ് ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചുകൂടെ? അതിനെപ്പറ്റി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അതിനെ സമഗ്രമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ പല സ്കൂളുകളിലും ഓരോ IT തലത്തിലും അവരെ പോയിട്ട് നമ്മൾ അതിന്റെ ക്യാമ്പയിൻ നടത്താറുണ്ട്. ഇക്കാര്യം സജീവമായിട്ടുള്ള പരിഗണനയിലുണ്ട്. കാരണം എന്നിരുന്നാലും ഈ +2 കഴിയുന്നതുകൊണ്ട് കുറച്ചുകൂടെ IT നന്നായിട്ട് പഠിക്കാൻ കഴിയും. +2 കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നത്. SSLC മതി, പക്ഷേ ഇതിനെ പറ്റിയുള്ള ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഓക്കെ താങ്ക് യു സർ. സർ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, 10ാം ക്ലാസ്സിന് ശേഷമല്ല +2 ശേഷമാണ് കുറച്ചുകൂടി നല്ലതെന്ന് സാറിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു അഭിപ്രായം ഉണ്ടായത്. ചുരുങ്ങിയ വാക്കുകളിലൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അപ്പൊ അതിൽ എഞ്ചിനീയറിംഗ് ട്രേഡുകളാവുന്ന സമയത്ത്, ഞാൻ ഉദ്ദേശിക്കുന്ന എഞ്ചിനീയറിംഗ് ട്രേഡുകളല്ലേ, എഞ്ചിനീയറിംഗ് ട്രേഡുകൾ അവിടെ മാത്തമാറ്റിക്സ് ആൻഡ് ഡ്രോയിങ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ആ രൂപത്തിൽ അഭിപ്രായം. SSLC കഴിഞ്ഞവർക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് IT-കളിലുള്ളത്. താങ്ക് യു സാർ. ഇപ്പോൾ സാറിൻ്റെ ക്ലാസ് ഇവിടെ മുന്നേ എല്ലാവരും പറഞ്ഞ മാതിരി വളരെയധികം ഇഫക്റ്റീവായിരുന്നു. ഇവിടെ ഒരു മുൻധാരണ ആൾക്കാർക്കുണ്ട്, അത് നമ്മുടെ മീറ്റിങ്ങിൽ ഇന്ന് കാണാം. പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കുറവാണ്. കാരണം എന്ന് വെച്ചാൽ IT എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഒരു വാല്യൂ കുറഞ്ഞ കോഴ്സായിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഇതാണ് നമ്മളെ കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും വിദേശത്തേക്ക് കുടിയേറാനും ജോലിക്ക് വേണ്ടി പോകാനൊക്കെ ആൾക്കാർ എക്വിപ്പ് ചെയ്യുന്ന വളരെയധികം നല്ല ഒരു സ്ട്രീമാണ് ITA. അതിലുള്ള എല്ലാ കോഴ്സിനെ കുറിച്ചും സമയം ലഭ്യത കുറവായിരുന്നെങ്കിലും സാറ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെപ്പോലുള്ള കരിയർ മേഖലയിൽ വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും വളരെയധികം ഉപകാരമായി സാർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കാം. നമ്പർ ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളായിരുന്നു സാർ. താങ്ക് യു. നമ്പർ സാർ, ഒരു സജഷനും കൂടെ ഉണ്ട് സാറേ. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. സാറേ, ഈ നമ്മുടെ മലയാളം ടൈപ്പ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് IT-യിൽ നിലവിൽ കോഴ്സുകൾ എന്തെങ്കിലും ഉണ്ടോ? മലയാളം ടൈപ്പ് റൈറ്റിംഗ് സെക്രട്ടറിയൽ പ്രാക്ടീസ് ഉണ്ട്, സ്റ്റെനോഗ്രഫി ഉണ്ട്, അതിൽ മലയാളം ചെയ്യുന്നുണ്ട്. കോഴിക്കോടുണ്ട്, അതുപോലെ തന്നെ അരീക്കോടുണ്ട്. കോഴിക്കോട് വനിതാ IT-യിലുണ്ട് സെക്രട്ടറിയൽ പ്രാക്ടീസ്. കൂടുതലായിട്ട് ഇംഗ്ലീഷിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, എന്നാലും മലയാളം അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ അത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അല്ല, അപ്പൊ ഈ കേൾക്കുന്നില്ല. നമ്മളിപ്പോ NDC കോപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹലോ, പറഞ്ഞോളൂ. കോപ്പ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്. സാറേ, IT ഇതില് മലയാളം ടൈപ്പ് റൈറ്റിംഗ് കൂടെ ഉൾപ്പെടുത്തിയാൽ ഇവർക്ക് ടൈപ്പിസ്റ്റ് ജോലികൾക്ക് അവർ ഫുള്ളി ക്വാളിഫൈഡ് ആവും. അപ്പോൾ അങ്ങനെ ഒരു സജഷൻ ഉണ്ട്. അപ്പൊ അത് സിലബസ് പരിഷ്കരിക്കുന്ന സമയത്ത് അതൊന്ന് ഉൾപ്പെടുത്തിയാൽ വളരെ നന്നാവും. ഓക്കെ, അത് ബോധ്യപ്പെടുത്താം. ഓക്കെ, അതുപോലെ തന്നെ ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് പരിഗണിക്കുന്ന ഒരു ട്രേഡാണ് DTPO, ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ. അതും ആ മേഖലയിലേക്ക് പരിഗണിക്കപ്പെടാവുന്നതാണ്. DTPO. പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ സർ? കോണ്ടാക്ട് നമ്പർ കിട്ടിയാൽ നന്നായി. കോണ്ടാക്ട് നമ്പർ ഞാൻ പറയാം: 9496 409 107 94
496409107 മുഹമ്മദ് അലി. ഇനി ആർക്കും സംശയമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചാറ്റ് മുഹമ്മദ് ബോക്സിൽ സാർ ഒരു ഒരു ചോദ്യം സംശയം ഉണ്ടല്ലോ. ചോദിച്ചിരുന്നു. പ്ലസ് ഹലോ, 2 SLC കഴിഞ്ഞു, IT കഴിഞ്ഞു കഴിഞ്ഞാൽ ബിടെക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു മെസ്സേജ് റൈറ്റ് ചെയ്തിരുന്നു. SLC ടെൻത്ത് കഴിഞ്ഞു, കഴിഞ്ഞു, IT IT ചെയ്തു, ബിടെക് ചെയ്യാൻ അതെ പറ്റുമോ എന്നുള്ളതാണ്. അതെ അങ്ങനെ ചോദ്യം. ബിടെക് പിന്നെ ചെയ്യണമെങ്കിൽ ഡിപ്ലോമ കൂടെ ചെയ്യണം. ഈ സ്ട്രീമിൽ തന്നെ എൻട്രൻസ് എഴുതാതെ ബിടെക് ചെയ്യണമെങ്കിൽ ഡിപ്ലോമ കൂടെ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ബിടെക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നേരെ എൻട്രൻസ് എഴുതിയിട്ട് ചെയ്യാനേ പറ്റൂ. 10ാം ക്ലാസ് കഴിഞ്ഞ് IT കഴിഞ്ഞാൽ പിന്നെ ഡിപ്ലോമ ചെയ്താൽ മാത്രമേ ബിടെക് ചെയ്യാൻ പറ്റൂ. ഓക്കെ ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. ഏതായാലും അപ്പം സാറ് ലാസ്റ്റ് പറഞ്ഞു SLC കഴിഞ്ഞു, IT കഴിഞ്ഞാൽ ലാറ്ററൽ എൻട്രി മുഖേന ഡിപ്ലോമക്ക് പോകാം. ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ലാറ്ററൽ എൻട്രി മുഖേന വീണ്ടും ബിടെക്കിന് പോകാൻ കഴിയും. നേരിട്ട് സെക്കൻഡ് ഇയറിലേക്ക് ഡിപ്ലോമക്കും, ഡിപ്ലോമ കഴിഞ്ഞാൽ വീണ്ടും നേരിട്ട് സെക്കൻഡ് ഇയറിലേക്ക് ബിടെക്കിന് പ്രവേശിക്കാവുന്നതാണ് എന്നാണ് സാർ സൂചിപ്പിച്ചത്. അപ്പൊ നമുക്ക് IT ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേരളത്തിൽ നടത്തുന്ന കോഴ്സുകളും സ്ഥാപനങ്ങളെ കുറിച്ച് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ബൃഹത്തായ തലത്തിൽ തന്നെയാണ് സാറ് വിശദീകരിച്ചിട്ടുള്ളത്. IT കഴിഞ്ഞ് നമ്മുടെ കേരളത്തിലുള്ള പ്രത്യേകത, ഇപ്പോഴും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അധികം പെൺകുട്ടികളാണ്. ഒരു 80-90% അല്ലെങ്കിൽ 70-90% പെൺകുട്ടികളാണ് പല കോളേജുകളും പഠിക്കുന്നത്. ആൺകുട്ടികളൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തൊഴിൽ കിട്ടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ശമ്പളം കിട്ടുന്ന ജോലി അന്വേഷിച്ച് പോവുകയാണ്. IT കോഴ്സിനെ കുറിച്ച് പൊതുവെ CG ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ടെങ്കിലും പലപ്പോഴും കുട്ടികൾ അത് അത്രത്തോളം ബോധർ ചെയ്യാറില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ റെയിൽവേയിലൊക്കെ ഉയർന്ന ശമ്പളത്തിൽ ജോലി കിട്ടുന്ന കോഴ്സുകളാണ് IT കോഴ്സുകൾ. മാത്രമല്ല ആർമിയിൽ ചില ടെക്നിക്കൽ ട്രേഡിലൊക്കെ വിളിക്കാറുണ്ട്. സാറ് സൂചിപ്പിച്ച പോലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളിലൊക്കെ ഉയർന്ന ശമ്പളത്തിൽ ജോലി കിട്ടുന്ന കോഴ്സുകൾ തന്നെയാണ്. ഇപ്പൊ ഷിപ്പ്യാർഡ് പോലുള്ള, നേരത്തെ സൂചിപ്പിച്ച പിന്നെ ഫാക്ട് പോലുള്ള, CRL പോലുള്ള, ISRO പോലെ, ISROയിലൊക്കെ ജോലി കിട്ടാൻ കുട്ടികളുടെ ധാരണ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗും എയറോസ്പേസ് എഞ്ചിനീയറിംഗും മാത്രം പഠിച്ചാലേ ജോലി കിട്ടൂ എന്നുള്ളതാണ്. പക്ഷെ അതല്ല എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമായി. കാരണം ടെക്നീഷ്യന്മാരില്ലാത്ത ഒരു ഇൻഡസ്ട്രി ഇല്ല എന്നുള്ളതാണ്. ഏകദേശം 40-50% ഒരു കമ്പനിയിൽ ടെക്നീഷ്യന്മാരാണ് ജോലി ചെയ്യുക. ആ ടെക്നീഷ്യന്മാരുടെ യോഗ്യത എന്ന് പറയുന്നത് IT ആണ്. അതുകൊണ്ടാണ് NSQF എന്ന് ഒരു പുതിയ ബോഡി ഉണ്ടാക്കുകയും സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോഴ്സുകളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതായത് സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ കൃത്യമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ട്, വളരെ ചുരുങ്ങിയ ഫീസിൽ അതും സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ടാണ് ഇത്തരം കോഴ്സുകൾ നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ പാരന്റ്സിനും കുട്ടികൾക്കും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അവയർനെസ് കുറയുന്നുണ്ട്. പ്രത്യേകിച്ച് SLCയോ +2 കഴിഞ്ഞാൽ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള കോഴ്സിന് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സാലറിയിൽ തന്നെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്ന കോഴ്സുകളാണ് എന്നുള്ളത് വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചു തന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളിത് കേട്ട ആളുകൾ ഇനി കേൾക്കാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. 10th പ്ലസ് ഡിപ്ലോമ പ്ലസ് ബിടെക് എത്ര വർഷം എടുക്കുന്നതാണ്? 10th കഴിഞ്ഞാൽ IT 2 വർഷം എടുക്കും. 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാലേ ലാറ്ററൽ എൻട്രിക്ക് പോകാൻ പറ്റൂ എന്നുള്ളത് നേരത്തെ സാറ് സൂചിപ്പിച്ചു. അപ്പൊ 2 വർഷം കഴിഞ്ഞ് 2 വർഷം IT, പിന്നെ 3 വർഷം ഡിപ്ലോമക്ക് പകരം 2 വർഷം കൊണ്ട് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ 4 വർഷം ബിടെക്കിന് പകരം 3 വർഷം കംപ്ലീറ്റ് ചെയ്യാം. 3, 2, 5, 2, 7 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും SLC കഴിഞ്ഞാൽ. ഏകദേശം മറ്റുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ SLC +2 6 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. SLC കഴിഞ്ഞാൽ +2 സയൻസ് എടുത്ത് പിന്നെ എൻട്രൻസ് എഴുതി ക്വാളിഫൈ ചെയ്തു. ബിടെക് 4 വർഷമായി കഴിഞ്ഞാൽ 4, 2, 6 വർഷം, 1 വർഷം അധികമാവുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ജോലി കിട്ടാനും ജോലി ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള അവസരങ്ങൾ കൂടിയുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഏതായാലും വളരെ നല്ല രീതിയിൽ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് മൗലവി സാർ വിശദീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലുള്ള ITയെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ തന്നു. മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ട്രേഡ് 78ഓളം ട്രേഡുകൾ ഉണ്ട് എന്നും 100-ലധികം ITകൾ കേരളത്തിലുണ്ട് എന്നും ഒക്കെ അദ്ദേഹം വിശദീകരിച്ചു. അതിലേറ്റവും നല്ല സാധ്യതയുള്ള കോഴ്സ് കഴിഞ്ഞ്
ജോലിക്ക് പ്ലേസ്മെന്റിന് വന്നാൽ കുട്ടികളെ കൊടുക്കാനില്ലാത്ത ഒരു സാഹചര്യം പല ഐ.ടികളിലും ഉണ്ട് എന്നുള്ളത് കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെൺകുട്ടികൾക്ക് ആണ് കോളേജിലൊക്കെ അധികം പഠിക്കുന്നത്. ഈ ആൺകുട്ടികളൊക്കെ മറ്റു പല ജോലിക്കും പോവുകയാണ്. അപ്പൊ ഇത്ര ഒരു പ്രൊഫഷണൽ കോഴ്സ്, ഒരു ടെക്നിക്കലി ഓറിയന്റഡ് കോഴ്സുകൾ പഠിച്ച് ഇതുപോലുള്ള വലിയ കമ്പനികളിലേക്ക് കേരളത്തിലും വിദേശത്തും അതുപോലെ കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് വെളിയിൽ മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഐ.ടി കഴിഞ്ഞ ടെക്നീഷ്യന്മാരെ, നന്നായി വർക്ക് അറിയുന്ന ടെക്നീഷ്യന്മാരെ റിക്രൂട്ട് ചെയ്യാറുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത് കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് സിജി ഈ ഐ.ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മുഹമ്മദ് അലി സാറ്, അദ്ദേഹം വൈസ് പ്രിൻസിപ്പളാണ്, ഗവൺമെന്റ് ഐ.ടി വിമൻസ് ഐ.ടിയുടെ വൈസ് പ്രിൻസിപ്പളാണ്. അദ്ദേഹം സിജിയുമായി നേരത്തെ സഹകരിക്കുന്ന ആൾ കൂടിയാണ്, എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. ഞാൻ സിജിയുടെ കരിയർ ഡിപ്പാർട്ട്മെന്റിലെ കരിയർ മിഷന്റെ ഡയറക്ടറാണ്. ഞാൻ പേര് സലാം മുഹമ്മശ്ശേരി എന്നാണ്. കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റ് കൂടിയാണ്. ഏതായിരുന്നാലും വളരെ നല്ല രീതിയിൽ ഈ ക്ലാസ് കണ്ടക്ട് എടുത്ത മുഹമ്മദ് അലി സാറിനെ ഹൃദയം നിറഞ്ഞ നന്ദി സിജിയുടെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. സിജിയുടെ കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും കരിയർ സൺഡേ കരിയർ എന്നുള്ള ഒരു തലക്കെട്ടോടു കൂടി വിവിധ സെഷനുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ് മുഹമ്മദ് അലി സാർ. അതോടൊപ്പം തന്നെ ഈ പങ്കെടുത്ത കുറെ ആളുകൾ, നല്ല തിരക്കുണ്ടായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുത്ത് സംശയ ദൂരീകരണമൊക്കെ നടത്തിയ എല്ലാ പാർട്ടിസിപ്പൻസിനെയും സുഹൃത്തുക്കളെയും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. സാറിന് എനിക്ക് നേരത്തെ അറിയാം, പക്ഷേ ഫോട്ടോ കണ്ട സമയത്താണ് കൂടുതലും നമ്മള് അറിയാം. സാറ് അതെ അതെ അറിയാം. ഞാൻ പിന്നെ ജെഡിറ്റി കുറച്ചുണ്ടായിരുന്നു. ഞാൻ ഇപ്പോ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അറിയാം. ഡിസ്ട്രിക്ട് ഓഫീസറാണ്, ADO എന്ന് പറയും. ശരി ആയിക്കോട്ടെ. ജില്ലാ ഓഫീസർ. ഓക്കെ സാർ, താങ്ക് യു. സർ. ഓക്കെ ശരി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.